Hello everyone, welcome to എജ്യൂട്യൂട്ടർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA-BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാഷോ നോൺ ഫോർ? എന്തിൻ്റെ പേരിലാണ് ബാഷോ അറിയപ്പെടുന്നത്? ബാഷോ ആരാണെന്ന് നമുക്കറിയാം. ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് എന്ന ചാപ്റ്റർ എഴുതിയ വ്യക്തിയാണ്. ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് ഈസ് റിട്ടൺ ബൈ മാറ്റ്സോ ബാഷോ. He is a famous Japanese poet. Basho is considered as father of haiku. ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് എന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് മാറ്റ്സോ ബാഷോ ആണ്. അദ്ദേഹം ഒരു ജപ്പാനീസ് പോയറ്റാണ്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഹൈക്കോ അല്ലെങ്കിൽ ഹൈക്കോയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റ്സോ ബാഷോ എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ബാഷോ എന്ന് മാത്രം പഠിച്ചാലും മതി. അതുപോലെ ബാഷോ ഇസ് കൺസിഡേർഡ് ആസ് എന്നുണ്ടല്ലോ, ആ കൺസിഡേർഡ് എന്നുള്ള വാക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ നോൺ എന്നുള്ള വാക്കും എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ബാഷോ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഹൈക്കു, അങ്ങനെയും എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം 2 poets influenced by ബാഷോ. ബാഷോനെ സ്വാധീനിച്ചിട്ടുള്ള 2 പോയറ്റ്സിൻ്റെ പേരുകളാണ് ചോദിക്കുന്നത്. Many poets were inspired by his works, especially the American poets Ezra Pound and Jack Kerouac were influenced by Basho. ഒത്തിരി പോയിറ്റ്സുകൾ ഇദ്ദേഹത്തിൻ്റെ ബാഷോയുടെ വർക്കുകൾ ചെയ്തിട്ടുള്ള എല്ലാ പോയംസും അദ്ദേഹത്തിന് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കുകളാണ്. അതിലെടുത്തു പറയുന്ന 2 പേരുകളാണ് എസ്ര പൗണ്ട് അതുപോലെ ജാക്ക് കെറോക്ക്. ഇവർ 2 പേരും അമേരിക്കൻ പോയറ്റ്സുകളാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കുക്കു സിംബലൈസ്? കുക്കു എന്ന് പറയുന്നത് കുയില് എന്തിൻ്റെ പ്രതീകമാണ്? The cuckoo's song is a symbol for renewal and change. It reflects on the nature of life. It reflects on the passing of a pleasant season and the arrival of harsher life. കുയിലിൻ്റെ പാട്ട് എന്ന് പറയുന്നത് പുതുമയുടെയും മാറ്റത്തിൻ്റെയും പ്രതീകം എന്നാണ്. ഇനി ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവനെയൊക്കെയാണ്. അതുപോലെ ഇത് സാമ്യപ്പെടുത്തുന്നത്, ഈ കുയിലിൻ്റെ പാട്ടിനെ ഇവിടെ സാമ്യപ്പെടുത്തുന്നത് നല്ല സന്തോഷമായിട്ടുള്ളൊരു സീസൺ, അതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീസണിലേക്കുള്ള ഒരു മാറ്റത്തിനെയാണ്. വളരെ സന്തോഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ദുഃഖത്തിലേക്കുള്ള ഒരു മാറ്റത്തിനെയാണ് കുയിലിൻ്റെ സംഗീതത്തെ സാമ്യപ്പെടുത്തുന്നത്. What is the symbolism of the ancient pond? പഴയ ഒരു കുളത്തിനെ കുറിച്ച് നമ്മുടെ കവി പറയുന്നുണ്ട്. അത് എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? The old pond is a symbol of the subconscious mind. It is there in everyone. It exists in silence. പഴയ കുളം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ട്, എന്നാൽ ഇത് നിശബ്ദമായിരിക്കുന്ന ഒന്നാണ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈക്കു? ഹൈക്കു എന്താണ്? ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് is written by Matsuo Basho. He is a famous Japanese poet. His works are regarded as simple but creative. He used simple languages in his poems.
Many poets were inspired by his works. The American poets Ezra Pound and Jack Kerouac were influenced by Basho. ഇത് ഞാൻ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തതാണ്. ഇത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഇത്രയും എഴുതുകയാണെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. Basho is considered as father of haiku. Haiku is a short poem. It is a traditional Japanese poem. A haiku consists of 17 syllables. It is arranged in 3 lines. The first and last lines consists 5 syllables. Middle line has 7 syllables. Its pattern is 5-7-5. It is known for its simplicity and creativity. It has humor which entertains the readers. It speaks on social awareness. It expresses lots of ideas and feelings. ഞാൻ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ ആൻസർ അതൊരു എസ്സേയാണ്. ആ ആൻസർ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ ഈ വീഡിയോയിൽ വന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ വി ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Explain nostalgia as an important theme in Kyoto. In Kyoto എന്ന ചാപ്റ്ററിലെ നൊസ്റ്റാൾജിയ, അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹാതുരത്വം എന്നാണ് മലയാളത്തിൽ ഒറിജിനൽ മീനിങ്. ഗൃഹാതുരത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ ഈ ഇൻക്യോറ്റോ എന്ന സ്ഥലത്തെ പറ്റിയുള്ള ഇദ്ദേഹത്തിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഇൻക്യോറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് ഈസ് റിട്ടൺ ബൈ മാറ്റ്സോ ബാഷോ. He is a famous Japanese poet. His works are regarded as simple but creative. In the poem, the poet is physically present in Kyoto, but still he longs for it. The poem is a longing for something that you already have. The place Kyoto has special love in the poem. It has emotional feelings. The cuckoo's song is a symbol for renewal and change. It reflects on the nature of life. It reflects on the passing of a pleasant season and the arrival of harsher life. ഇത് ആൻസർ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുക. കണ്ടാൽ മാത്രം പോരാ, ആ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്കിൽ, ഇതിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് നിങ്ങൾ എടുത്ത് വെക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിൽ ക്ലിയർ ആയിട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക, എന്നിട്ട് ഇത് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പാരഗ്രാഫ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് ബാഷോ ബ്രേക്ക് അവേ ഫ്രം ട്രഡീഷൻ ഇൻ ദി ഓൾഡ് പോണ്ട്? ഈ ചാപ്റ്ററിൽ ദി ഓൾഡ് പോണ്ടിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഓൾഡ് പോണ്ട്, അതിൻ്റെ ആ പാരമ്പര്യം ഇദ്ദേഹം മുറിക്കുന്നത് അല്ലെങ്കിൽ തകർക്കുന്നത്, ബ്രേക്ക് അവേ, ആ സൈലൻറ്റിനെയൊക്കെ ഇദ്ദേഹം മുറിച്ച് മാറ്റുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഏതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനോടനുബന്ധിച്ച് ചോദിച്ചാലും ആദ്യം ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ആൻസറിലോട്ട് കടന്നാൽ മതി. ഞാൻ മുന്നും
മുന്നത്തെ ആ 2 ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദ്യം ഈ ഒരു ഭാഗം എഴുതുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ആരാണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം ഒരു ജപ്പാനീസ് പോയറ്റാണ്. പിന്നെ അദ്ദേഹം ഹൈക്കു എന്ന ആ ഷോർട്ട് പോയമിൻ്റെ പിതാവാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇൻട്രോ കൊടുത്തിട്ട് നിങ്ങൾ ആൻസറിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതാരാണ് എഴുതിയത് അതൊക്കെ പറയുകയും ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ആപ്ലിക്കബിൾ ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആൻസറിലോട്ട് കടക്കാം. ഇൻ ക്യോട്ടോ, the old pond in the poem is the image of a tradition. The old pond is a symbol of the subconscious mind. It is there in everyone. It exists in silence. The frog jumping into the water, which disrupts the peace of the pond. It means a break in tradition. The frogs and their cries are markers of season in haiku. The poem breaks away the tradition. The noise comes from the frog is that of jumping in the water. The water is the source of sound which breaks the silence. ഇനി ലാസ്റ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ നിന്നുമാണ് ഈ എല്ലാ ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. In Kyoto and the Old Pond is written by Matsubashi. He is a famous Japanese poet. His works are regarded as simple but creative. He used simple languages in his poems. ഈ കവിത എഴുതിയിരിക്കുന്നത് മാറ്റ്സുബാഷി ആണ്. അദ്ദേഹം ഒരു ജപ്പാനീസ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ സിമ്പിളും അതേസമയം ക്രിയേറ്റീവുമാണ്. ഒത്തിരി എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഭാഷകളിലാണ് അദ്ദേഹം പോയംസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. Many poets were inspired by his works, especially the American poets Ezra Pound and Jack Kerouac were influenced by Basho. His poems have translated into many languages. ഒത്തിരി പോയിറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കണ്ട് സ്വാധീനിച്ചവരാണ്. അതിലെടുത്ത് പറയുന്ന 2 വ്യക്തികളാണ് എസ്ര പൗണ്ടും ജാക്ക് കെറോക്കും. Basho is considered as father of haiku. Haiku is a short poem. It is a traditional Japanese poem. A haiku consists of 17 syllables. It is arranged in 3 lines. The first and last lines consist 5 syllables. Middle line has 7 syllables. Its pattern is 5-7-5. It is known for its simplicity and creativity. It has humor which entertains the readers. It speaks on social awareness. It expresses lots of ideas and feelings. ഭാഷയെ ഹൈക്കു എന്ന ഒരു കുഞ്ഞു കവിതയുടെ പേരാണ് ഹൈക്കു. ഹൈക്കു എന്ന് പറയുന്നത് 3 ലൈനുകൾ മാത്രമുള്ളൊരു കവിതയാണ്. എന്നാൽ അതിൽ 17 സിലബിൾസുകളുണ്ട്. 3 ലൈനുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ആദ്യത്തെ ലൈന് 5 സിലബിൾസ്, ലാസ്റ്റത്തെ ലൈനിൽ 5 സിലബിൾസ്, നടുക്കിലത്തെ ലൈനിൽ 7 സിലബിൾസ്. അപ്പോൾ ഈ പറയുന്ന ഹൈക്കു എന്ന ഈ കുഞ്ഞു കവിതയുടെ പിതാവായിട്ടാണ് ഭാഷയെ കണക്കാക്കുന്നത്. ഇത് കുഞ്ഞു കവിതയാണെങ്കിൽ പോലും ഇതിൽ ഒത്തിരി ഇത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ അതേസമയം ക്രിയേറ്റീവാണ്. അതിൽ ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള സോഷ്യൽ അവയർനെസ്സിനെ കുറിച്ചും അതുപോലെ ഐഡിയാസ്, ഫീലിങ്സ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി ഹ്യൂമർ നിറഞ്ഞതുമാണ്. In the poem, the poet is physically present in Kyoto, but still he longs for it. The poem is a longing for something that you already have. The place Kyoto has a special love in the poem. It has emotional feelings. The cuckoo's song is a symbol for renewal and change. It reflects on the nature of life. It reflects on the passing of a pleasant season and the arrival of harsher life. ഈ പോയത്തിൽ ക്യോട്ടോ എന്ന സ്ഥലത്തിൽ ഒത്തിരി പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പോയറ്റ് അവിടെ തന്നെയാണ് എങ്കിൽ പോലും ഇനിയും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്.
അതുപോലെ കുയിലിൻ്റെ സംഗീതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുയിലിൻ്റെ സംഗീതം പുതുമയുടെയും അതുപോലെ മാറ്റത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. പ്രകൃതിയെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ നല്ല സന്തോഷത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും ആ സീസണിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിൻ്റെ കഷ്ടതയുടെ കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് കുയിലിൻ്റെ സംഗീതത്തെ ഇവിടെ ഉപമിക്കുന്നത്. The old pond in the poem is the image of a tradition. The old pond is a symbol of the subconscious mind. It is there in everyone. It exists in silence. The frog jumping into the water which disrupts the peace of the pond. It means a break in tradition. The frogs and their cries are markers of season in haiku. The poem breaks away the tradition. The noise comes from the frog is that of jumping in the water. The water is the source of sound which breaks the silence. അവസാനത്തെ പാരഗ്രാഫാണിത്. ഇത് ഓൾഡ് പോണ്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പഴയ കുളത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പഴയ കുളത്തിനെ ഉപബോധ മനസ്സുമായിട്ട് സാമ്യപ്പെടുത്തുകയാണ്. ഓൾഡ് പോണ്ട് അല്ലെങ്കിൽ ഈ പഴയ കുളം എന്ന് പറയുന്നത് നിശബ്ദമായി കിടക്കുന്ന ഒന്നായിരുന്നു. അവിടേക്ക് ഫ്രോഗ് തവള എടുത്ത് ചാടുമ്പോൾ അവിടെയുള്ള പാരമ്പര്യം അത് എന്താ പറയുക, അതിനൊരു ബ്രേക്ക് ഉണ്ടാവുകയാണ്. അവിടെ ആ സൈലൻ്റ് ബ്രേക്ക് ആവുകയാണ്, അവിടെ ശബ്ദം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോഗാണ് കുളത്തിലോട്ട് എടുത്ത് ചാടുന്നത്. അപ്പോൾ കുളം എന്ന് പറയുന്നതാണ് ശബ്ദത്തിൻ്റെ ഉറവിടം എന്ന് കാണിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. സോ താങ്ക് യു.